മാഷേ, നമ്മുടെ ഈ പറയപ്പെടുന്നത് രാജ്യസുരക്ഷയ്ക്ക് സൈന്യം എത്ര പ്രധാനമാണോ അതേപോലെ നമ്മുടെ ഡിജിറ്റൽ സുരക്ഷിതത്വം, ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇപ്പോൾ ഓൺലൈൻ വഴിയാണല്ലോ, പണമിടപാടടക്കം. അപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ, ഔദ്യോഗിക സംവിധാനങ്ങളുടെയൊക്കെ ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിലാണ് എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം. അതായത് സെർവറുകൾ, അല്ലെങ്കിൽ ഈ ക്ലൗഡ് സ്റ്റോറേജ്, അതേപോലുള്ള ആധുനിക ഈ വിവരസാങ്കേതിക വിദ്യയിലെ സജ്ജീകരണങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കുത്തക രാഷ്ട്രത്തിലാണ് ഇരിക്കുക. മിക്കവാറും അത് അമേരിക്ക. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഒക്കെ നോക്കിയാൽ അതൊക്കെ അമേരിക്ക തന്നെയാണ് അതിൻ്റെ സെർവറുകളൊക്കെ ഇരിക്കുക. ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കണം. ഇത്തരത്തിൽ ഒരു എന്താ പറയുക, ടെക് സ്വരാജ് അല്ലെങ്കിൽ ഡിജിറ്റൽ സ്വരാജിലേക്ക് 2030 ഇന്ത്യ എത്തിയില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് അനുമാനങ്ങൾ വരുന്നത്. അത്രത്തോളം അത് സാധ്യമാണോ? തീർച്ചയായിട്ടും. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നതേ, ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് നടത്തിയ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ ശ്രദ്ധേയമായൊരു ഭാഗം നമ്മുടെ സ്വദേശി സോഷ്യൽ മീഡിയ, ഓർമ്മയില്ലേ അത്? സ്വദേശി സോഷ്യൽ മീഡിയ. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഗൗരവം കുറെ കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അത് GTRI എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവാണ്. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവിൻ്റെ 2024 വാർഷിക റിപ്പോർട്ട് പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രഭാഷണത്തെ പരാമർശിക്കാതെയാണെങ്കിൽ പോലും ആ അജണ്ട എത്ര പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ സ്വാതന്ത്ര്യ സമരക്കാലത്ത് വിളിച്ച ദേശീയ പ്രസ്ഥാനത്തിന്റെ വലിയ മുദ്രാവാക്യമായിരുന്നു ഹിന്ദ് സ്വരാജ്, എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം. അന്ന് ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം നമുക്ക് രാഷ്ട്രീയമായ ഫ്രീഡം കിട്ടുക എന്നതായിരുന്നു. എന്ന് പറഞ്ഞാൽ യൂണിയൻ ജാക്കിന്റെ കൊടി പോവുക, ബ്രിട്ടീഷ് മഹാറാണിയുടെ തലയുള്ള നാണയങ്ങൾ പോവുക, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ യൂണിഫോം പോവുക, നമ്മുടെ ഈ പറഞ്ഞ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തിന് സമ്പൂർണ്ണമായി നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരു വ്യവസ്ഥ വരിക എന്നാണ് ഹിന്ദ് സ്വരാജിന്റെ അർത്ഥം. പക്ഷേ ഇപ്പോ ഈ വന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ഇന്നത്തെ പുതിയ ലോകത്ത് അപൂർണമാണ്. എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നു, നമ്മളെക്കുറിച്ച് നമ്മുടെ ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു, നമ്മളെ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്തായ ഡാറ്റ ആര് ശേഖരിച്ചു വെക്കുന്നു, ഈ ഡാറ്റയുടെ വില ആര് നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞാൽ പുതിയ ലോകത്തിന്റെ സ്വാതന്ത്ര്യ സങ്കല്പം എന്ന് പറഞ്ഞ ഡിജിറ്റൽ ഫ്രീഡമാണ്. അത് നമുക്കില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പോഴും ഒരു ഡിജിറ്റൽ സ്ലേവറിയാണ്. നമ്മൾ സാങ്കേതികമായി അടിമത്തം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ ഫ്രീഡം ഒരു പുതിയ ലക്ഷ്യമാകണം. ഡിജിറ്റൽ സ്വരാജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുതിയ മുദ്രാവാക്യമാകണം. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പുതിയ സ്വാതന്ത്ര്യ സമരം നടക്കണം. ആ സ്വാതന്ത്ര്യ സമരത്തിന് അധികം സമയമില്ല, നാളേക്ക് വെച്ചാൽ വൈകും, പരമാവധി 5 കൊല്ലം കൊണ്ട് തീർക്കേണ്ട ഒരു അജണ്ടയാണത് എന്നൊക്കെയാണ് GTIയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത്. പക്ഷെ അത് അത്രത്തോളം പ്രായോഗികമാണ് പക്ഷേ. കാര്യം നമ്മളിപ്പോൾ പല സർക്കാർ സംവിധാനങ്ങൾ, എന്തിന് വിദ്യാർത്ഥികൾ പോലും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മൈക്രോസോഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ആയിരിക്കും. നമുക്ക് അതിനെ ആശ്രയിക്കാതെ മറ്റു ഓപ്ഷനില്ല, വേറെ എന്താ പറയുക, ബദൽ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു കാലത്ത് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളെ കുറിച്ചുള്ളൊക്കെ വലിയ ചർച്ചകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ലിനക്സ് പോലെയുള്ള നമ്മുടെ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർക്ക് അതിൻ്റെ പ്രചാരകരായിട്ട് നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ചതാണ്. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു അനക്കവും ഇല്ല. നമ്മളിപ്പോഴും ഈ മാഷ് പറഞ്ഞതുപോലെ അടിമത്തമാണ് ഇക്കാര്യത്തിൽ. ഇത്തരം വിദേശ കുത്തക കമ്പനികളെ ആശ്രയിക്കാതെ വേറെ നിർവാഹമില്ല. അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ട വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്ന തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരിഷ്കരണം വരുത്തണം. അതേപോലെ ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്ക് സ്റ്റാർട്ടപ്പ് പോലുള്ള സംരംഭങ്ങൾക്ക് ധനസഹായം പോലുള്ള പദ്ധതികളൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ അതിനുള്ളൊന്നും കാര്യമായ ഇടപെടൽ, നമുക്ക് ഈ പ്രഖ്യാപനത്തിനപ്പുറം കാര്യമായ ഇടപെടൽ ആ തലത്തിൽ ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ പ്രേമൻ ഉയർത്തിയത്. അത് എല്ലാവരുടെയും ആശങ്കയാണ്. പിന്നെ പക്ഷേ നമുക്ക് അടഞ്ഞു പോകാൻ പാടില്ലാത്തൊരു മനസ്സാണ് ഈ ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നൊരു പുതിയ മനസ്സുണ്ട്. അതിനെ പൊളിക്കണം, അതിനെ തിരുത്തി എഴുതണം എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. കാരണം നമ്മൾ ആൾട്ടർനേറ്റീവ് ഉണ്ടായേ പറ്റുള്ളൂ. ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ അടിമത്തം തുടരും. മാത്രമല്ല ഏത് സമയത്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പ്രേമൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളൊക്കെ, നമ്മുടെ സെർവറുകൾ, നമ്മുടെ ഓഫീസ് മാനേജ്മെന്റ്, നമ്മുടെ ഡാറ്റ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇത് മുഴുവൻ ആരുടെ കയ്യിലാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലല്ല എന്ന ആദ്യത്തെ ഉത്തരം. രണ്ടാമത്തെ ഉത്തരം ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ കയ്യിലാണ് എന്നുമല്ല ഉത്തരം. നമ്മളിപ്പോൾ മുഖാമുഖം പൊരുതി നിൽക്കുന്ന അമേരിക്കയുടെ കയ്യിലാണ് മഹാഭൂരിപക്ഷവും. അതുകൊണ്ട് ഏതു നേരത്തും അമേരിക്ക ഇപ്പൊ നമ്മുടെ കച്ചവടത്തിലേ തൊട്ട് കളിച്ചിട്ടുള്ളൂ, താരിഫിലേ തൊട്ട് കളിച്ചിട്ടുള്ളൂ.
നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളോട് വ്യാപാര ബന്ധങ്ങൾ ഏർപ്പെട്ടുവോ അതിൻ്റെ മേലാണ് ഭീഷണി ഉയർത്തുന്നത്. നമ്മുടെ കുട്ടികളുടെ വിസയിലാണ് അവർ കൈവച്ചിരിക്കുന്നത്. നാളെ നമ്മളെ ജീവിപ്പിക്കുന്ന ഈ ഏറ്റവും പുതിയ ഡിജിറ്റൽ മേഖലയിൽ കൂടി ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കൻ കുത്തക കമ്പനികൾ കൈവച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ അറിയാലോ, എവിടെയെങ്കിലും ഒരു കലാപം നടക്കുന്നുണ്ടെങ്കിൽ ആ കലാപം അവസാനിപ്പിക്കാനുള്ള ആദ്യത്തെ വഴി എന്താ? ആദ്യത്തെ വഴി അവിടുത്തെ സോഷ്യൽ മീഡിയ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അന്ധകാരത്തിലേക്ക് നമ്മളെ തള്ളിവിടുക, ഒറ്റപ്പെടുത്തുക, ഡിജിറ്റലി ഒറ്റപ്പെടുത്തുക, കമ്മ്യൂണിക്കേഷനിൽ ഒറ്റപ്പെടുത്തുക. അതാണ്. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ആശങ്കകൾ ന്യായമാണ്. അതുകൊണ്ട് ഈ GTRI റിപ്പോർട്ടിൽ 3 തരത്തിലുള്ള പദ്ധതികൾ അവർ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് ഷോർട്ട് ടേം, അടിയന്തരമായി ചെയ്യേണ്ടത്. രണ്ടാമത് മിഡ് ടേം, മൂന്നാമത്തെ ലോങ് ടേം. ഇങ്ങനെ 3 തരത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ പ്രേമം പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തണം, നമുക്ക് സോഷ്യൽ അവയർനെസ് ഉണ്ടാക്കണം, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തണം, അടിസ്ഥാന തുടക്കം തൊട്ട് തന്നെ ദീർഘകാലത്തേക്ക് ചെയ്യേണ്ട കുറെ സംഗതികളുണ്ട്. പക്ഷെ നീട്ടിവെക്കാൻ വയ്യ. 5 കൊല്ലത്തിലപ്പുറം നീട്ടിവെച്ചാൽ നമുക്ക് വലിയ പ്രത്യാഘാതങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയോട് നമ്മൾ മുഖാമുഖം പൊരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അല്ല, അതിന്റെ തെളിവ് നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട് മാഷെ. നേപ്പാൾ അവിടെ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഒന്നിച്ച് നിരോധിച്ചു. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സെർവർ റൂം ഇരിക്കുന്ന നേപ്പാളിലല്ല. ആ സർക്കാർ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളിത് ഇവിടെ രജിസ്റ്റർ ചെയ്യണം. ആ കമ്പനി ഇവിടെ രൂപീകരിച്ച് അതിന്റെ രജിസ്ട്രേഷൻ ഞങ്ങളുടെ വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിൽ കൊണ്ടുവരണം. പക്ഷേ അത് നേപ്പാൾ പോലെ ഒരു ദുർബല രാഷ്ട്രത്തിൽ ഒരു ദുർബലമായ സർക്കാരിനെ പുല്ലുവില കൽപ്പിച്ചാണ് ഈ ടെക് ഭീമന്മാർ അതിന് വഴങ്ങിയില്ല. അപ്പൊ അതിന്റെ പേരിൽ സർക്കാരിന് മുഖം രക്ഷിക്കാനുള്ള നടപടി എന്ന പേരിൽ അതിനെ വിലക്കേണ്ടി വന്നു, നിരോധിക്കേണ്ടി വന്നു. അനന്തരഫലം എന്തായി? ആ സർക്കാർ പോലും നിലംപൊത്തി, അട്ടിമറിക്കപ്പെട്ടു. അപ്പൊ അത്തരത്തിൽ ഈ ടെക് ഭീമന്മാർക്കെതിരെ അല്ലെങ്കിൽ ആഗോള സാമ്പത്തിക നയം തന്നെ നിയന്ത്രിക്കുന്ന ടെക് ഭീമന്മാർക്കെതിരെ നടപടിയെടുത്താൽ ഉണ്ടാകുന്ന പരിണിതഫലം ഇതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച ഭീഷണി വളരെ വലുതാണ്, വളരെ വലുതാണ്. കൃത്യമാണ് ആ പാഠം. അതുകൊണ്ട് നേപ്പാൾ കൂടി ഏറ്റവും ഒടുവിലത്തെ പാഠമാണ്. എന്ന് പറഞ്ഞാൽ ടെക് ഭീമന്മാരെ നിലക്ക് നിർത്തുക എന്നത് എളുപ്പമല്ല. ഏറ്റവും എളുപ്പമുള്ളത് അല്ലെങ്കിൽ അത്ര എളുപ്പമല്ലാത്തതാണെങ്കിൽ പോലും ക്രിയേറ്റീവ് ആയിട്ടുള്ള മാർഗം അവരെ മത്സരിച്ച് തോൽപ്പിക്കുക, അവർക്ക് സമാന്തരങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. അത് സാധ്യമാണ് എന്ന് ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത്. നമ്മൾ കണ്ടോന്നറിയില്ല. നമ്മൾ സാമ്പത്തിക മേഖലയിൽ നമ്മുടെ കറൻസി രംഗത്ത് വന്ന മാറ്റം കണ്ടോ? അതെ. UPI ഒരു വലിയ സൂചനയാണ്. UPI വന്നതോടുകൂടി ഒരു ഗൂഗിൾ പേ ലോകത്തിന് പരിചയമുള്ള കാലത്ത് നമ്മൾ എത്ര പേ വന്നു ആർട്ട് നോക്കും. നമ്മൾ റൂപേ കൊണ്ടുവന്നു, നമ്മൾ പേടിഎം കൊണ്ടുവന്നു, ഭീം ആപ്പ് കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് കറൻസി ലെസ്, നോട്ടില്ലാത്ത കറൻസി ഇല്ലാത്ത ലോകം കൊണ്ടുവന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ട് ഒരു 15 കൊല്ലം മുമ്പ് ഒക്കെ ഈ കറൻസി ഇല്ലാത്ത ലോകം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഏത് കൊച്ചുകുട്ടിക്കും ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ 5 പൈസ വേണ്ട കയ്യിൽ, പോക്കറ്റ് അടിച്ച് പോകുമോ എന്ന് പേടി വേണ്ട. അങ്ങനെ ഒരു ലോകം വന്നിട്ടുണ്ട്. അതുകൊണ്ട് UPI ഒരു നല്ല മാതൃകയാണ്. UPI ഒരു പ്ലാറ്റ്ഫോം, ഒരു ആകാശം വിരിച്ചു കൊടുക്കുകയാണ്. അവിടെ ആർക്കും, സ്വകാര്യ മേഖലക്കും പബ്ലിക് സെക്ടറിനും ഒക്കെ ഉപയോഗിക്കാം. അത് മാതൃകയാക്കിയിട്ട് നമുക്ക് സാധ്യമാണ്. നമുക്ക് ചെയ്യേണ്ടത് അടിയന്തരമായി ഈ അമേരിക്കൻ കമ്പനികളോട് മത്സരിക്കുന്ന സ്വകാര്യ കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. സാധ്യമാണ് എന്നതിന്റെ തെളിവെന്താ? ഈ അമേരിക്കൻ ഭീമന്മാരുടെയൊക്കെ തലപ്പത്ത് ആരാണ് പ്രേമ? ഒന്ന് ആലോചിച്ചു ആലോചിച്ചു. ലോകത്തിൽ ഏറ്റവും വലിയ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെയാണ് മൾട്ടി ട്രില്യനേഴ്സ് എന്ന് പറയില്ലേ, നമ്മൾ ട്രില്യനർ ആയിട്ടുള്ള കമ്പനികളുടെ ഒക്കെ ഉടമയിൽ ആലോചിച്ചു. അത്ഭുതകരമായൊരു കാര്യം, അഭിമാനകരമായൊരു കാര്യം, ഏറ്റവും വലിയ കമ്പനികളുടെ ഒക്കെ തലപ്പത്ത് ഇന്ത്യക്കാരാണ്. ആരാണ് മൈക്രോസോഫ്റ്റിന്റെ തലപ്പത്ത്? ആരാണ് ഗൂഗിളിന്റെ തലപ്പത്ത്? 2 ഇന്ത്യക്കാർ. ഒന്ന് ആലോചിച്ചു. ഈ ഹൈദരാബാദിൽ നിന്ന് പോയ ഒരു സത്യം, എന്താണ് സത്യം നദല്ല, സത്യനാരായണൻ അതല്ല എന്നിട്ടോ മറ്റേ പേര്. മറ്റൊരാള് ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് പോയ ഒരു സുന്ദരരാജൻ പിച്ചൈ. എന്താ അതിന്റെ അർത്ഥം? ചെറിയ പോസ്റ്റിലല്ല, ഇതിന്റെ CEO തലപ്പത്ത്, അതിന്റെ മീതെ ഒരു പോസ്റ്റ് ഇല്ലല്ലോ. അവിടെ കയറിയിരിക്കുന്ന 2 ഇന്ത്യക്കാർക്കാണെങ്കിൽ ആ ബുദ്ധി ഇന്ത്യൻ മണ്ണിൽ പ്രയോഗിക്കാൻ സാധ്യമാണ്. അപ്പോൾ ഇന്ത്യൻ മണ്ണിൽ ഇത് പ്രയോഗിച്ചിട്ട് സ്വകാര്യ മേഖലയും പബ്ലിക് സെക്ടറും ചേർന്നുകൊണ്ട് അമേരിക്കൻ പ്ലാറ്റ്ഫോമുകൾക്ക് ബദലായ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അസാധ്യമെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം, പക്ഷേ UPI അത് തെളിയിച്ചതാണ്. അസാധ്യമായ പലതും നമ്മൾ സാധ്യമാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വല്ലാതെ വൈകാതെ 5 കൊല്ലത്തിനുള്ളിൽ അതിവേഗത്തിൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട 4 അപകടങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. 3-4 അപകടങ്ങൾ. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ സുരക്ഷ ഏത് നേരത്തും അപകടത്തിലാണ്. ഒന്ന് കാര്യം ആലോചിച്ച് നോക്കൂ. ഈ ട്രംപിന് തോന്നുന്ന ഭ്രാന്തൻ നയങ്ങളിൽ എപ്പോഴെങ്കിലും ഒന്ന് അമേരിക്കൻ കമ്പനികൾക്ക് ഒരു ഉത്തരവ് കൊടുക്കുകയാണ്, ഇന്ത്യയിലേക്ക് ഇനി ഗൂഗിൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ നമ്മൾ അന്ധകാരത്തിലേക്ക് പോകുന്ന നിമിഷങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദേശീയ സുരക്ഷ വലിയ അപകടത്തിലാണ്. 2,
നമ്മുടെ ഡാറ്റ മുഴുവനും നമ്മുടെ കയ്യിലല്ല. ഇപ്പൊ നീ പറഞ്ഞ സെർവറുകളും ക്ലൗഡ്സും ഒന്നും നമ്മുടെ കയ്യിലില്ല. അതെ. അതുകൊണ്ട് ഇന്ത്യയുടെ സുപ്രധാനമായ സമ്പത്ത് ഡാറ്റയാണ്. ആ ഡാറ്റ അമേരിക്കൻ കമ്പനികളുടെ കയ്യിലാണ്. അടിയന്തരമായി ആരംഭിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡാറ്റ ഇപ്പൊ ഗൂഗിളിലാണെങ്കിൽ പോലും നമ്മുടെ ഡാറ്റ ഇന്ത്യയിൽ തന്നെ ശേഖരിച്ചു വെക്കാനുള്ള തീരുമാനങ്ങൾ ഈ കുത്തക ഭീമന്മാരുമായുള്ള കരാറുകളിൽ മാറ്റി എഴുതേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ക്ലൗഡ്സ് ഉൾപ്പെടെയുള്ള നമ്മുടെ സെർവറുകൾ ഉൾപ്പെടെയുള്ള സമാന്തര സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇനി വേറൊന്ന്, ഇപ്പോ ഇന്ത്യ ഒരു ഡിജിറ്റൽ രാജ്യമായി തീർന്നത്, ഇന്ത്യയിലെ ഏത് നാട്ടിൻപുറത്തെ ചുമട്ടുതൊഴിലാളിക്കും ഒരു സാധാരണ മനുഷ്യനും ഈ മൊബൈൽ ഫോൺ അവൈലബിൾ ആയത് എന്തുകൊണ്ടാണെന്നറിയോ? 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, നമുക്ക് നല്ല മത്സരം ഉണ്ടായതുകൊണ്ട് മൊബൈൽ ഫോണിന്റെ വില കുറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഡാറ്റ റേറ്റ് കുറഞ്ഞു. കമ്പനികൾ തമ്മിൽ മത്സരം ഉള്ളതുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ പക്ഷേ കമ്പനികൾ തമ്മിൽ മത്സരം ഉണ്ടെങ്കിൽ പോലും ഡാറ്റയുടെ വില നിശ്ചയിക്കുന്നത് ഇപ്പോഴും ഈ കുത്തക ഭീമന്മാരാണ്. അവരെങ്ങാനും അനിയന്ത്രിതമായ വില, ഒരു ആലോചിച്ച് നോക്കൂ, 25% താരിഫ് എന്ന് പറയുന്നത് ഞാൻ 100% പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉള്ളപ്പോൾ നമ്മുടെ ഡാറ്റ റേറ്റ് അവർ ക്രമാതീതമായി വർദ്ധിപ്പിച്ചാലോ നമ്മുടെ സമ്പദ്ഘടന തന്നെ അട്ടിമറിയും. അതുകൊണ്ട് ഇത്രയും ആപൽക്കരമായ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ GTRIയുടെ ഈ റിപ്പോർട്ട് വളരെ ഗൗരവമായിട്ട് പറയുന്നു, 5 കൊല്ലത്തേക്ക്, ടുമോറോ ഈസ് ടു ലേറ്റ്, നാളത്തേക്ക് വെക്കാതെ ഇന്നു മുതൽ തന്നെ ഇന്ത്യയുടെ എല്ലാ അമ്മ മനസ്സുകളും തങ്ങളുടെ മക്കളെ ജാഗ്രതാക്കിയിട്ട് അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ടെക്കികളായിട്ടുള്ള എല്ലാ ബുദ്ധിമാന്മാരായ പയ്യന്മാരെയും എല്ലാ ബുദ്ധിമാന്മാരായ ഇന്ത്യക്കാരെയും അവരുടെ മനസ്സും അവരുടെ ബൗദ്ധിക ശേഷിയും ഇന്ത്യക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള ആസൂത്രിതമായ സംഘടിതമായ ഒരു സ്വാതന്ത്ര്യ സമരം. ആ സമരം തെരുവിൽ പൊതുമുതൽ നശിപ്പിക്കാനുള്ളതല്ല, മുദ്രാവാക്യങ്ങൾ വിളിക്കാനുള്ളതല്ല, നമുക്ക് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കാനുള്ളതല്ല, നമുക്ക് കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ചിട്ട് ഉപ്പ് കുറുക്കിയിട്ട് ജയിലിൽ പോകാനുള്ളതല്ല. പുതിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖം നമ്മുടെ തലച്ചോറിൽ കത്തിയാളേണ്ട പുതിയ സ്വാതന്ത്ര്യത്തിന്റെ അഗ്നിയാണ്. ആ അഗ്നിയുടെ പേരാണ് ഡിജിറ്റൽ സ്വരാജ്. തീർച്ചയായിട്ടും ആ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു പുതിയ ഊർജ്ജമായിട്ട് GTRIയുടെ റിപ്പോർട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ അതിന്റെ നാന്ദിയായി നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം, സ്വാതന്ത്ര്യദിന പ്രസംഗം വന്നിട്ടുണ്ട്. കേൾക്കേണ്ട ഇന്ത്യക്കാർ മുഴുവനും അത് നല്ല ശ്രദ്ധയോടെ കേൾക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായി രാജ്യസ്നേഹികളായി രംഗത്തിറങ്ങുകയും ചെയ്യേണ്ട സവിശേഷമായ ഒരു സ്വാതന്ത്ര്യ സമര കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് സ്വയം വിജയം ആശംസിക്കാം.